പമ്പാ നദി അതിനകത്തൂടെ തീട്ടക്കണ്ടിയല്ലേ ഒഴുകുന്നത്. അതിന്റെ കീഴെ മുങ്ങിയച്ചല്ലേ ഈ അയ്യപ്പന്മാരവിടെ പോകുന്നത്. 10.5 വർഷം ആയല്ലോ കേന്ദ്രം ഭരിച്ചിട്ട്. എന്തോ ചെയ്തു? അവിടെ നിൽക്ക്. ഞാൻ ചോദിക്കട്ടെ, ഈ കോൺഗ്രസും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റും ഏറ്റവും കൂടുതൽ ഹിന്ദു ഉള്ള പാർട്ടി ഏതാണെന്ന് ചോദിച്ചാല് അത് കമ്മ്യൂണിസ്റ്റ് ആണ്. അപ്പൊ ഈ സഖാക്കന്മാരും ഈ പറയുന്ന നക്കി നായന്മാരും, എനിക്ക് പറയാൻ നല്ല യോഗ്യതയുണ്ട്, കാരണം എന്താ വെച്ചാല് ഞാനും ഒരു നായരാണ്. ഡോണ്ടു നീ നായരല്ല, നീ ഒന്നാം തരം ചാണക വർഗീയവാദിനി സംഘിനി. അത് മതി, കൂടുതൽ ഹൈപ്പൊന്നും കൊടുക്കണ്ട. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന എല്ലാ നക്കി നായന്മാരെ മൂഞ്ചിച്ച് ജീവിക്കുന്ന, എന്റെ ഭാഷ വളരെ മോശമാണ്, ഐ ആം സോ സോറി. ഇയാൾക്ക് അർഹിക്കുന്ന ഭാഷയെ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്നോട് ഒന്നും വിചാരിക്കരുത്, ഓക്കെ? ഒന്നും വിചാരിക്കുന്നില്ല. ശാഖയിൽ നിന്നെ പഠിപ്പിക്കുന്ന പാഠമല്ലേ നീ പാടൂ. അത് മാത്രമല്ല, ശാഖയിൽ മുൻബെഞ്ചിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയും കൂടിയാണ് നീ. നിന്റെ തൊള്ളയിൽ നിന്ന് ഇതൊക്കെ തന്നെയാണ് വരുള്ളൂ എന്നുള്ളത് ജനങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഒന്നും വിചാരിക്കുന്നില്ല. ക്യാരി ഓൺ. അപ്പോ എല്ലാവരെയും മൂഞ്ചിച്ച് കാലങ്ങളായിട്ട് കാലന് പോലും വേണ്ടാതെ ജീവിക്കുന്ന ഈ നാറി സുകുമാരൻ നായര്, ഇയാള് പറയുന്നു കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം BJP ഭരിക്കുന്നു, കേന്ദ്രം BJP ഭരിക്കുന്നു, എന്നിട്ട് പമ്പാ നദി കൂടെ തീട്ടക്കണ്ടി ഒഴുകി നടക്കുകയാണത്രേ. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നക്കി നായരോട് എനിക്ക് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ 10-65 കൊല്ലമായിട്ട് തന്റെ പാർട്ടിയല്ലോ കേരളം ഭരിച്ചിരുന്നേ? ഹിന്ദുക്കൾ ഉണരൂ എന്ന് നാഴികയ്ക്ക് 40 വട്ടം സംഖ്യകൾ വിളിച്ചു കൂവിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഹിന്ദു ഉണർന്നുകൊണ്ട് സംഖ്യകളെ നോക്കി ചോദിക്കുകയാണ്, 10 കൊല്ലമായിലൂടെ കേന്ദ്രം ഭരിക്കാൻ തുടങ്ങിയിട്ട് ശബരിമലയിൽ പമ്പാതി എന്ന നദിയിൽ കൂടെ തീട്ടക്കണ്ടി ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു സംഘിനി ആ ഉണർന്ന ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് കുതിര കയറുന്നതാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടത്. അതായത് ഇവര് ഹിന്ദുക്കളെ വിളിച്ചുണർത്തുന്നത് ഹിന്ദുക്കളെ നന്നാക്കാനൊന്നല്ല, മറിച്ച് വാളെടുത്തുകൊണ്ട് ക്രൈസ്തവരുടെ നേരെയും മുസ്ലിങ്ങൾക്ക് നേരെയും യുദ്ധം ചെയ്യാൻ വേണ്ടി മാത്രം, അതായത് ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഉണർത്തുന്നത്. നിങ്ങൾ ഹിന്ദുക്കൾ ഉണർന്നോ? പക്ഷെ സംഘികൾ ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഹിന്ദുവല്ല, കുന്തുമല്ല. ഞങ്ങളുടെ മുന്നിൽ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് പൂനൂലുട്ട ബ്രാഹ്മണന്മാർ മാത്രമാണ് ഹിന്ദുക്കൾ, ബാക്കിയെല്ലാം ഞങ്ങളുടെ മുന്നിൽ ജന്തുക്കളാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് ആർക്കൊക്കെ ബാധകമാണ് അറിയോ? മുസ്ലിം പേരിട്ടുകൊണ്ട് സംഘികളുടെ കോണകം അലക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന അബ്ദുള്ള കുട്ടിയെ പോലുള്ളവർക്കും ഇത് ബാധകമാണ്. അത് എന്നാണ് ഈ അബ്ദുള്ള കുട്ടിയെ പോലുള്ളവർക്ക് ഇത് മനസ്സിലാകുന്നത് അറിയോ? സംഘികൾ എന്നാണോ ഈ കേരളം ഭരിക്കുന്നത് അന്ന് ഈ അബ്ദുള്ള കുട്ടിയെ പോലുള്ളവർക്ക് അത് മനസ്സിലാകും. അതുവരയ്ക്കും സംഘികൾക്ക് അനുസരണയുള്ള അർക്കാൻ കൊണ്ടുപോകുന്ന ഒരു നേർച്ചയാട് പോലെ അബ്ദുള്ള കുട്ടിയെ പോലുള്ളവർക്ക് ജീവിച്ചു പോകാൻ എന്ന് മാത്രം. മനസ്സിലായില്ലേ? പമ്പാ നദി അതിനകത്തൂടെ തീട്ടക്കണ്ടിയല്ലേ ഒഴുകുന്നത്. അതിന്റെ കീഴെ മുങ്ങിയച്ചല്ലേ ഈ അയ്യപ്പന്മാരവിടെ പോകുന്നത്. 10.5 വർഷം ആയല്ലോ കേന്ദ്രം ഭരിച്ചിട്ട്. എന്തോ ചെയ്തു? അവിടെ നിൽക്ക്. ഞാൻ ചോദിക്കട്ടെ, ഈ കോൺഗ്രസും ഈ ഇന്ദ്രൻസ് ആദ്യകാല സിനിമയിലേക്ക് അഭിനയിക്കുമ്പോൾ ഇന്ദ്രൻസിൻ്റെ ഒരു കൈൻഡ് ഓഫ് ബോഡി ഷെയ്മിങ് റോളുകളാണ് അദ്ദേഹത്തിൻ്റെ. അത് അന്നത്തെ കാലം. ഇന്നത്തെ കാലത്ത് പുള്ളി അഭിനയം കൊണ്ട് എല്ലാവരെയും ഷെയ്മായിക്കൊണ്ടിരിക്കുക. ഇനി CBI എന്നല്ല ആരന്വേഷിച്ചാലും അശ്വതിയുടെ മരണം ആത്മഹത്യ തന്നെയാണ്. പക്ഷേ ജനം സമ്മതിക്കത്തില്ല. അതോടെ ഇപ്പൊ CBIക്ക് സിന്ദാബാദ് വിളിക്കുന്ന ജനം നിങ്ങളെയും ഞങ്ങൾ ലക്ഷ്യം തന്നെ പെടുത്തും. എന്ന് വെച്ചാൽ ശരിയാണ്, അത് ഞങ്ങൾക്കും അറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ സാർ, ഏൽപ്പിച്ച ജോലി ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതെങ്ങനെ നിങ്ങൾക്ക് അറിയാം? CBI അല്ലേ ഞങ്ങൾ.